എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നതിൽ കവിഞ്ഞൊരു ലക്ഷ്യവും കോൺഗ്രസിന് ഇപ്പോൾ ഇല്ല. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. കാരണം മൂന്നാം തവണയും തങ്ങൾ കേരളത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് കേരളത്തിൽ പച്ച പിടിക്കില്ല. കോൺഗ്രസിനകത്തെ തമ്മിൽ തല്ലും മറ്റും കണ്ട് സഹികെട്ടുകൊണ്ട് തന്നെ ജനങ്ങൾ അടുത്ത കാലത്തൊന്നും തങ്ങളോട് പൊറുക്കില്ലെന്നും തങ്ങളെ വിശ്വസിക്കില്ലെന്നും നേതാക്കന്മാർക്ക് നന്നായി തന്നെ അറിയാം. അപ്പോൾ പിന്നെ കുറുക്കുവഴികൾ തേടുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കോൺഗ്രസിന്റെ രഹസ്യ സർവേ. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് അതീവ ശ്രദ്ധ വേണ്ടതെന്ന് സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് കൈമാറിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ജില്ലകളിലെ BJP സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരും. അടുത്തിട്ട് മുതലുള്ള സംഘടനാ ദൗർബല്യം മനസ്സിലാക്കണം. കൃത്യമായി പഠിച്ച് പ്രാദേശിക സ്വാധീനമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡൽഹിയിലെത്തിയ KPCCയുടെ പുതിയ നേതൃത്വവുമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്തത് ഈ റിപ്പോർട്ട് വെച്ചാണ്. വാർഡിലെ ഓരോ വീടിനെ കുറിച്ചും സമഗ്ര വിവരങ്ങൾ അടങ്ങിയ സർവേ നടത്തി വീട് കയറി ബന്ധങ്ങൾ ദൃഢമാക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കുടുംബ സംഗമങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. വാർഡിലെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ പേരും വിവരവും ഉൾപ്പെടുത്തിയ കുടുംബ രജിസ്റ്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു വീട്ടിൽ വാർഡ് കമ്മിറ്റി അംഗങ്ങൾ എത്തും. സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി വിവിധ സാമൂഹിക ഗ്രൂപ്പുകളുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കണമെന്നും താഴെത്തട്ടിൽ കർശന നിർദ്ദേശമുണ്ട്. പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന രേഖയും പ്രതിപക്ഷത്ത് ഇരിക്കുന്നയിടങ്ങളിൽ കുറ്റപത്രവും തയ്യാറാക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ബ്ലോക്ക് വാർഡ് തല ശില്പശാലകൾ പുരോഗമിക്കുകയാണ്. അടുത്ത മാസത്തോടെ വാർഡ് പുനർവിഭജനം പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാൻ വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയുള്ള KPCCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിനുശേഷം ഉണ്ടാകും. ജില്ലാ തലങ്ങളിൽ കോർ കമ്മിറ്റികൾ ഇടപെട്ടിട്ടും തീരാത്ത പ്രശ്നങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് പരിഹരിക്കാൻ വർക്കിംഗ് പ്രസിഡന്റുമാരും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ഉൾപ്പെട്ട സംഘത്തെ പാർട്ടി നിയോഗിച്ചിരുന്നു. ഈ മാസം മുതൽ സംഘം ജില്ലാതല സന്ദർശനം നടത്താനിരിക്കെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരെ അപ്രതീക്ഷിതമായി മാറ്റിയത്. പുതിയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അതിവേഗം തീരുമാനമെടുക്കേണ്ടതുണ്ട്. എന്തായാലും സുധാകരനെ മാറ്റിയതിൽ ഹൈക്കമാൻഡ് കളിച്ച നാടകത്തിൽ മനം മടുത്ത ജനങ്ങൾ ഇനി മാറി ചിന്തിക്കണമെങ്കിൽ ഇത്തിരിയൊന്നും കഷ്ടപ്പെട്ടാൽ പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. അതിനൊപ്പം തന്നെ ഭീഷണിയായി സുധാകരൻ ഇപ്പോഴും നിലനിൽക്കുന്നതും ഒരു ക്ഷീണം തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിനെതിരെ രൂക്ഷമായി സുധാകരൻ സംസാരിച്ചത് ഇന്നലെയാണ്. ഈ ഊരാക്കുടുക്കളൊക്കെ അഴിച്ചാൽ മാത്രമേ കോൺഗ്രസുകാർക്ക് കേരളത്തിൽ ചെറുതായെങ്കിലും ഒന്ന് ശ്വാസം വിടാൻ പറ്റുകയുള്ളൂ എന്ന് തീർച്ച.